ബിഗ് ബോസ് മലയാളം സീസൺ 6. അങ്ങനെ നമ്മളെല്ലാം കണ്ടാണ്. ഇന്നലെ ഗബ്രി വീട്ടിനകത്തേക്ക് കയറി ജാസ്മീനെ വന്ന് രാവിലെ വിളിച്ചുണർത്തുന്നു. രാവിലെ പോയി രതീഷിനെ വിളിച്ചുണർത്തുന്നു. എന്നിട്ട് ജാസ്മീനെ പയ്യ അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. ജാസ്മീൻ ഗബ്രിയെ കാണുന്നു, ഞെട്ടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ജാസ്മീനും ഗബ്രിയും കൂടെ കഥകൾ പറയുന്നു. വെളിയിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗബ്രി ജാസ്മീൻ്റെ അടുക്ക്. അതെല്ലാം ഓക്കെ. ഞാൻ വിചാരിച്ചു ഇന്നലെ അവർ ഒരുപാട് നേരം മാറിയിരിക്കുകയും വലിയ 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 പണ്ടത്തെ പോലുള്ള ഒരു കോഴ്സിലേക്കൊന്നും പോയില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു ഗബ്രിക്ക് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലായി. അപ്പം ഇനി ഗബ്രി ജാസ്മിനോട് അധികം ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് തേങ്ങ ഓട എന്ന് പറയുന്ന പോലെ രാവിലെ തേങ്ങ ഓടത്തത്. വേറൊന്നുമല്ല, ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. ജാസ്മീനും ഗബ്രിയും കൂടെ അവർ നടന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല. സ്വയം മറന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. കുറെ നേരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ യമുന അതുവഴി വരുന്നുണ്ട്. യമുന പോയി ജാസ്മീൻ ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ജാസ്മീൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾ യമുനയുടെ മുഖം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യമുന അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുമ്പോഴാണ് ഗബ്രി ഒന്ന് ഞെട്ടുന്നുണ്ട്. ജാസ്മീൻ പയ്യെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നു. അപ്പം ഇത് നന്നാകാനുള്ള കേസ് കെട്ടൊന്നുമല്ല. ഇതിപ്പോ ഏത് ഫ്രണ്ട്ഷിപ്പിന്റെ ആയിക്കോട്ടെ. ഇപ്പൊ എല്ലാവരും പറയും ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്, ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇവരുടെ ക്ലാരിറ്റി, ഇതൊക്കെ പറയും. അപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞത് ജാസ്മീൻ അവിടെ കാണിക്കുന്നതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ആ ഹൗസിനുള്ളിൽ കാണിക്കുന്നത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ട് ഇത്രയും കണ്ടിട്ട് പോയ ഗബ്രിക്ക് പോലും ഇപ്പൊ ജാസ്മീനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ജാസ്മീന് ഗബ്രിയും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഗബ്രി വെളിയിൽ വരുമ്പോൾ വേറൊരു രൂപവും, അകത്തോട്ട് പോകുമ്പോൾ ഹോർമോണുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ഗബ്രി. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ നമുക്ക് ഒരാളെ മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ഗബ്രി മാത്രമൊന്നുമല്ല കുറ്റക്കാരൻ, ജാസ്മീനും കൂടെയാണ്. ജാസ്മീൻ എന്നിട്ട് അവരെല്ലാം പറയും ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അപ്പുറമാണ്, മേളിലാണ്. ഇതെന്താണെന്നുള്ള തീരുമാനമൊന്നും അറിയത്തില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടതാണ് ജാസ്മീന്റെ ഫാദർ ജാഫറിക്ക വിളിച്ച് ഗബ്രിയെ നല്ല ഒരു ഫയർ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്ന് വെച്ചാൽ ആ ഫയറിംഗ് ഒക്കെയാണ് പോയി. ഇപ്പം ഹോർമോണുകൾ ഒരുപാട് മേളിലേക്കാണ് പോയേക്കുന്നത്. ഹോർമോണുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ പോസ്റ്റിനകത്ത് ഒരു കമന്റ്, ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാഫർ കാക്ക ഇവരെ ഒന്നിപ്പിക്കാൻ വഴിയുണ്ടോ എങ്കിൽ അതാണ് കേരളത്തിലെ എൻഗേജ്മെന്റ് നാടകം നടത്തി മൂഞ്ചിപ്പോകാതിരിക്കാൻ ബാക്കിയുള്ള ആൺപിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സഹായം. സത്യമാണ്. ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അപ്പൊ അവരുടെ കാര്യങ്ങളിൽ നമുക്ക് കയറി ഇടപെടാനൊന്നും പറ്റില്ല. അവരെല്ലാം തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഇത് ആരായാലും ഇങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്ന കാട്ടായങ്ങൾ ഇതാണ്. ഇന്നലെ എങ്ങനെയൊക്കെയോ ഗബ്രി ഒന്ന് പിടിച്ചൊക്കെ നിന്നു. പക്ഷെ രാവിലെ ആയപ്പോ എല്ലാം കൈവിട്ടുപോയി. സ്വാമി തേങ്ങ ഉടച്ചു. എന്താന്ന് വെച്ചാൽ മറ്റേ സിനിമയ്ക്കകത്ത് ഞാൻ തേങ്ങ ഉടയ്ക്കും തല പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജഗതി നെടുമുടി വേണുവിനോട് പറയുന്ന പോലെ അവസാനം നെടുമുടി വേണു എടുത്ത് തേങ്ങ ഉടച്ചു. ആ കഥകളെല്ലാം ഇപ്പം നടക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോഴും ഫുൾ നെഗറ്റീവിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അത് മിക്കവാറും യമുനയ്ക്ക് മനസ്സിലായി. യമുനയുടെ ഫേസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു യമുന മനസ്സിൽ വിചാരിച്ചത് എന്തുവരെ ഇതൊന്നും നന്നാവാത്തതെന്നായിരിക്കും, ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ റിയൽ ആയിട്ട് ഇഷ്ടമായിരിക്കാം. അങ്ങനെ റിയൽ ആയിട്ട് ഇഷ്ടമാണെങ്കിൽ ഇവരെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് നടത്തി അകത്ത് പോയിട്ട് വേറൊരാളെ കണ്ട് വേറൊരാളെ മറ്റേ ഫ്രണ്ട്ഷിപ്പ് കൂടി, അത് ഫ്രണ്ട്ഷിപ്പ് അല്ല, ക്ലാരിറ്റി ഇല്ലാത്തതാണ് അതിന്റെ ക്ലാരിറ്റി എന്ന്. ഒരു സൈഡിൽ കൂടെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ലെന്ന്, മറ്റു സൈഡിൽ കൂടെ അവസാനം നീ പോയപ്പോഴാണ് എനിക്ക് നിന്റെ വില മനസ്സിലായെന്ന് വേറൊരാള്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ റിയൽ ആയിരിക്കാം, രണ്ടുപേർക്കും റിയൽ ആയിരിക്കാം. അത് ജാതി മതവും നോക്കേണ്ട ആവശ്യമില്ല. ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടല്ലോ. ചിലർ പറയുന്നുണ്ട് ജാതി രണ്ടായത് കൊണ്ടാണ് ഇവർ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കാത്തത്. എന്ത് ജാതി? ഈ കാലത്ത് ആരും അങ്ങനെ ജാതി മതമൊന്നും അധികം നോക്കാറൊന്നുമില്ല. ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പം എന്തായാലും ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ അകത്ത് പോയിട്ടും കാണിച്ചത് ഫുൾ നെഗറ്റീവിന്റെ കാര്യങ്ങളാണ്. ഗബ്രിയുടെ കാര്യം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഗബ്രിയും ഇതിനകത്തൊരു ഭാഗമാണ്. രണ്ട് കൈ കൊണ്ട് അടിച്ചാലേ സൗണ്ട് ഉണ്ടാവും. അതുപോലെ രണ്ടുപേരും കാരണക്കാരാണ്. ചിലപ്പോൾ റിയൽ ലവ് ആയിരിക്കാം. ആണെങ്കിൽ തന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിപ്പോ ഇനി നാടകം കളിക്കേണ്ട ആവശ്യമില്ല. ഈ ലാസ്റ്റ് നിമിഷത്തിലൊന്നും നാടകം കളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു സൊല്യൂഷൻ നമ്മുടെ ജാഫർ കാക്ക തന്നെ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.